ഹലോ നമസ്കാരമുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ 2026 എന്ന വർഷം നമുക്കെല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്ത ആളുകളുണ്ടാവും, ഗോൾ സെറ്റ് ചെയ്യാനുള്ള ആളുകളുണ്ടാവും. എല്ലാവർക്കും അതിലോട്ടുള്ള വഴി ആ, എളുപ്പമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ചെറിയ ചിന്താഗതികൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യം, എല്ലാം ഞാൻ പറയുന്ന കാര്യം ട്രൂ ആണെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഉണ്ട് എങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തത് നിങ്ങൾക്ക് തള്ളാം. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനായിട്ടുള്ള നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ ജനിച്ചു വീഴുമ്പോൾ തന്നെ പരാജയത്തിലൂടെ ഉള്ള പ്രോസസ്സിങ്ങിലൂടെ പോകുന്ന ഒരു വിഭാഗമാണ് ഒരു വർഗമാണ് മനുഷ്യ വിഭാഗം എന്ന് പറയുന്നത്. ഒരു പശുവിൻ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ പശുവിൻ കുഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ തന്നെ ഓടിച്ചാടി എണീറ്റ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു വീണാൽ ഒരിക്കലും തന്നെ അങ്ങനെ സംഭവിക്കുന്നില്ല. ആ മനുഷ്യക്കുഞ്ഞ് പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വർഷങ്ങളോളം കഴിയുന്നത്. ഒരുപാട് വീഴ്ചകളിലൂടെ വർഷങ്ങളെടുത്തിട്ടാണ് നടക്കാൻ പഠിക്കുന്നത്. വീണ് 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 വീണ്ടും ആ വീഴ്ചയിലൂടെയാണ് നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ സംസാരിക്കാൻ പഠിക്കുന്നത് 4-5 വർഷങ്ങൾ എടുത്തിട്ടാണ് നേരത്തിൽ സംസാരിക്കാൻ തന്നെ പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിങ്ങിലൂടെ പോയ മനുഷ്യനായിട്ടുള്ള നമ്മൾ വലുതായി വലിയ പക്വതക്കാവുന്ന സമയത്ത് മെൻ്റലി നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്നത് എന്ത് കാരണത്തിലാണ്? നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ കാരണത്താൽ. എത്ര വിഡിത്തമാണ് നമ്മൾ ആ ചിന്തിക്കുന്ന ചിന്ത എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മളെന്താ വിജയിക്കാൻ വേണ്ടി മാത്രം പിറവിയെടുത്തതാണോ? ജനിച്ചിട്ടുണ്ടെങ്കിൽ വിജയം മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. വിജയം വേണമെന്നുണ്ടെങ്കിൽ പരാജയം എന്നുള്ള ആ കയ്പ് നമ്മൾ ചവച്ചിറക്കാതെ ഒരിക്കലും നമുക്ക് വിജയത്തിന്റെ പാത വെട്ടിത്തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യകുലത്തിൽ വിജയിച്ച ആളുകളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു കയ്പിനീര്, ആ പരാജയം എന്ന് പറയുന്ന കയ്പിനീര് ഇറക്കിയേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ വിജയിക്കുമ്പോഴാണ് ആ വിജയത്തിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്.